കഥ തുടരും. അതിനു മുന്നേ കഥ തുടങ്ങണ്ടേ? അപ്പം കഥ തുടങ്ങാനുള്ള മുഹൂർത്തം ഇപ്പോഴാണ് ആയത്. ഇപ്പോൾ സമയം 2:42, വെളുപ്പിന് 2:42. ഈ കഥ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കഥയൊന്നുമല്ല, പക്ഷെ കഥ കേൾക്കാനും കഥ പറയാനും കഥ എഴുതാനും ഇഷ്ടമുള്ള എനിക്ക് എൻ്റെ ഈ കഥ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കഥ എൻ്റെ മാത്രമല്ല, നിങ്ങൾ പലരുടെയും കൂടെയാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഓർത്തിട്ട് പല വഴിയും നോക്കി പെരുവഴിയായ ഒരാളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ കഷ്ടപ്പെട്ട് നോക്കിയവർ ഇഷ്ടത്തോടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തണം എന്ന് ഓർത്തിട്ട് ഓടുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യം നേടണം എന്ന് ഓർത്തിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടിയ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ കഥ നിങ്ങളുടെയാണ്, എൻ്റെയുമാണ്. ഓക്കെ, ഞാൻ എന്നെക്കുറിച്ച് പുകഴ്ത്തുന്നതൊന്നുമല്ല. ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക കളിയാക്കലുകളും ഒക്കെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാനിപ്പോൾ ഓർത്തെടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, പണ്ട് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ കുഞ്ഞപ്പം, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. നമ്മളൊരു ഷെഡിൽ കിടന്ന സമയമായിരുന്നു. എന്താ പറയുക, അമ്മ ഈസ്റ്റേണിൽ വർക്ക് ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, കുറേ ആൾക്കാർ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചിട്ടുണ്ട്, 2 പെൺപിള്ളേർ എങ്ങനെ ഇതുങ്ങളെ വളർത്തും, എങ്ങനെ ഇതുങ്ങളെ കെട്ടിച്ച് വിടും, അവർക്കായിരുന്നു ദണ്ണം മൊത്തം. പിന്നെ നമ്മളാരെല്ലാം കൂടെ പോകുമോ, ആരുടെയും ചെക്കന്മാരുടെ അടുത്ത് മിണ്ടി അപ്പം പറഞ്ഞു വന്ന് കൊടുക്കുക ആൾക്കാർ. കാരണം പെൺപിള്ളേരാണല്ലോ, 2 പെൺപിള്ളേർ മെയിനായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞങ്ങളുടെ അടുത്തൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർ വിഷമിക്കുന്നത് അവരുടെ മക്കളെ ഓർത്തിട്ടാണ്. അതിലെനിക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സ്വന്തം കാര്യം നോക്കുക. സ്വന്തം ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്തായാലും പേരൻസിനൊരു പരിധി വരെ അവരെ ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ബേസ് ഇടാൻ പറ്റുമായിരിക്കും, പ്രായം കഴിഞ്ഞ് നമുക്ക് കൺട്രോളിൽ നിൽക്കത്തില്ല. നിങ്ങൾ ഈ ആൾക്കാരുടെ നെഞ്ചിൽ കല്ലെടുത്തിടുമ്പോൾ ഒന്ന് ഓർക്കണം, അവർ പോകുന്ന അവസ്ഥ എന്തായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അവരെന്താ പറയുക, അതിനെ തിരിച്ചെന്തെങ്കിലും പറയുമല്ലേ. അവർ നിസ്സഹായമായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ അവർക്കൊരു വഴിയും ദൈവം കാണാത്തതുകൊണ്ടാണ്. പക്ഷേ അവരറിഞ്ഞില്ലെങ്കിലും ഈശ്വരൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. അത്രയും കഷ്ടപ്പെട്ട് ഒരു ഷെഡിൽ കിടന്ന് എങ്ങനെ ഒരു അഡ്മിഷൻ എടുക്കണമെന്ന് പോലും അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ